ധ്യാനചിന്ത 22-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ വി.പി. ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ, കൃപാസനം. താൽപ്പര്യങ്ങൾ വിരുദ്ധമാകുമ്പോൾ മഹത്വത്തിൻ്റെ മറുരൂപ മലയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും പത്രോസിൻ്റെയും മുന്നിൽ ഈശോ രൂപാന്തരപ്പെടുന്നതും മോശയും ഏലിയായും ഈശോയോട് സംസാരിക്കുന്നതും നമുക്ക് കാണാം. മോശയും ഏലിയായും ഈശോയോട് എന്താണ് പറഞ്ഞതെന്നുകൂടി സുവിശേഷം വെളിപ്പെടുത്തുന്നു. അപ്പോൾ രണ്ടുപേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. ലൂക്ക 9:30-31. ഈശോയുടെ പിതാവിൻ്റെ പക്കലേക്കുള്ള ഈ പുറപ്പാടിനെക്കുറിച്ചും തൻ്റെ വേർപാടിനെക്കുറിച്ചും 700 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യേശയ്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇടയൻ്റെ കൂടാരം പോലെ എൻ്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടുകയാണ്. നെയ്ത്തുകാരൻ്റെ പാവു പോലെ എൻ്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും അവിടുന്ന് എന്നെ അന്ത്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. യേശയ്യായുടെ പുസ്തകം 38:12. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഈശോയുടെ ഈ ഭൂമിയിലുള്ള കൂടാരം തന്നെ പൊളിച്ചു മാറ്റപ്പെടാൻ കൽപ്പന വന്നിരിക്കുന്നു. അതിനെതിരായി പത്രോസ് ഈ ഭൂമിയിൽ തന്നെ വേറെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്നും, ഒന്ന് ഈശോയ്ക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിനെ. മത്തായി 17:4. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ ആഗ്രഹിക്കുന്നതിന് വിപരീതമായിരിക്കും ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ഇങ്ങനെ വരാം. അപ്പോൾ നമുക്ക് മുന്നിൽ വിവേചനത്തിന് ഒരേ ഒരു മാർഗമേയുള്ളൂ. അതാണ് മത്തായി ശ്ലീഹ 17:5 പറയുന്നത്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ്റെ വാക്കു ശ്രവിക്കുവിൻ. നമ്മുടെ താല്പര്യങ്ങളും ദൈവത്തിൻ്റെ താല്പര്യങ്ങളും രണ്ടായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള വഴി ദൈവവചനം പാലിച്ച് ജീവിക്കുക എന്നതാണ്. ഏതു സന്നിഗ്ധ ഘട്ടത്തിലും യേശുവിനെ ശ്രവിക്കണമെന്നാണ് അവർക്ക് ദൈവം നൽകുന്ന ഉത്തരം. അടുത്ത ഘട്ടത്തിൽ യേശുവിൻ്റെ ഒരു പ്രതികരണമുണ്ട്. യേശു പ്രതിവചിച്ചു: വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. മത്തായി 17:17. തൻ്റെ കൂടാരം പൊളിച്ചു നീക്കപ്പെടുവാൻ പോകുന്നുവെന്നുള്ള വലിയ ഒരു വെളിപാട് ഈശോയ്ക്ക് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇനി എത്ര കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ഹൃദയവ്യതയോടെ ഈശോ അപ്പസ്തോലന്മാരോട് ചോദിക്കുന്നത്. ആ വ്യതയുടെ അടിസ്ഥാനം അവരുടെ അല്പവിശ്വാസമാണ്. യേശുവിൻ്റെ അവസാന കാലത്തെ ഒരാശങ്കയും അതായിരുന്നു. വിരുദ്ധ കാലാവസ്ഥകളിൽ ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ നമുക്കും ആത്മീയ അച്ചടക്കം വേണ്ടിവരും. ഈ അച്ചടക്കങ്ങളാണ് നമ്മൾ നോമ്പുകാലത്ത് പ്രത്യേകം അഭ്യസിക്കുന്നത്. അതുപോലെ രോഗം, ക്ഷീണം, തകർച്ച, പരാജയം തുടങ്ങിയ പ്രതിസന്ധികളുടെ നേരത്ത് വിശ്വാസത്തിൽ കരുത്തു പ്രാപിക്കുവാനും ശ്രദ്ധിക്കണം.